എത്തനെ വിളിച്ചകത്ത് കൊണ്ടുപോ. എന്നിട്ട് ആ കയ്യിൽ കുറച്ച് മുറിവെണ്ണ പുരട്ടി കൊടുത്ത് ആവി പിടിക്കേ. നാളത്തേക്ക് എല്ലാം ശരിയാവും. ശരി മുത്തശ്ശി. ദത്തേട്ട വാ. വേണോ അമ്മി? വാ മുത്തശ്ശി. മോളെ, ആദ്യക്കുട്ടം പോയി കഴിഞ്ഞാ പിന്നെ നിനക്ക് വലിയ ബോറടിയല്ലേ? മോളെ എപ്പോഴും ഇങ്ങനെ മുറിക്കുള്ളിൽ കയറി ഇരിക്കണ്ട. മുത്തിച്ചിട്ട് എടുത്തോട്ട് പോരെ. നമുക്ക് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാലോ. ആ, അതിലൊരു കോംപ്രമൈസും വേണ്ട. കാർ തന്നെ പുറപ്പെടണം. ടീമില് ജെയിംസിനെ രവിപ്രസാദനും കൂടെ ഉൾപ്പെടുത്തിക്കോ. ആ അതെ അതെ, അങ്ങനെ ചെയ്താൽ മതി. അറിയാലോ മംഗലാപുരത്തിന്റെ സ്വഭാവം. ഓപ്പറേഷൻ വളരെ കോൺഫിഡൻഷ്യലായിരിക്കണം. ഏതെങ്കിലും തരത്തിൽ മെസ്സേജ് ലീക്കായി അവൻ രക്ഷപ്പെടും. അവൻ മഹാരാഷ്ട്ര ചെന്ന് ചാടിക്കൊടുത്താ ബുദ്ധിമുട്ടാവും കണ്ടുപിടിക്കാൻ. ശരി ശരി, ഞാൻ വിളിക്കാം അങ്ങോട്ട്. എന്തൊരു കഷ്ടമാമി ഇത്. പിന്നെ ഇത് നല്ല പരിപാടിയാണല്ലോ. ഇന്നൊരു ദിവസം ലീവ് എടുക്കാൻ പറഞ്ഞത് ഇതിനാണോ? കുറച്ചു നേരം ഒന്ന് അടങ്ങിക്കിടന്നാൽ എന്താ? ഇതിന് മേലെ നിങ്ങൾ ഓഫീസിൽ പോകുന്നായിരുന്നല്ലോ. എടി, അങ്ങനെ കട്ടിൽ കയറി കിടക്കാൻ മാത്രം എനിക്ക് എന്താ അസുഖമുള്ളേ? അത് പിന്നെ ദത്തേട്ടം. എന്റെ ആമി, എന്റെ ടെൻഷൻ നിനക്ക് അറിയാത്തോണ്ടാ. ഒരു 100 കൂട്ടം പ്രശ്നത്തിലാ ഞാൻ. ദത്തേട്ടന് എന്നാ പ്രശ്നം ഇല്ലാത്തത്? ഞാൻ പറയുന്ന അങ്ങ് അനുസരിച്ചാ മതി. ദത്തേട്ടൻ ഇങ്ങ് വന്നേ. ആമി, എന്താടി ഇത്? എനിക്കൊരു അത്യാവശ്യ കോളോട് ചെയ്യാനുണ്ട്. ഇനി ചെല്ലു, ഞാൻ വരാം. ആഹാ, അങ്ങനെ ഞാനിപ്പോ പോകുന്നില്ല. മര്യാദയ്ക്ക് വരാനാ പറഞ്ഞത്. എനിക്ക് ഈ കുഴമ്പ് പുരട്ടി തരണം. അടുത്ത ആഴ്ചയെങ്കിലും ഓഫീസിൽ പോണെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടേ പറ്റൂ. അടുത്ത ആഴ്ച? ആ